ദയവായി ഇനി ഓല വാങ്ങുന്നവരെങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ട് വാങ്ങുക. നിങ്ങൾക്ക് ഡെയിലി വന്ന് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇത് കണക്ക് ഫ്ലെക്സ് കെട്ടിയിട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. നമസ്കാരം. ഓല ഇലക്ട്രിക് എന്ന് പറഞ്ഞ കമ്പനീനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് ഒരു പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്നില്ലെങ്കിലും അധികം താമസിക്കാതെ ഈ കമ്പനി പൂട്ടിപ്പോകാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിൽ നമ്മൾ റോഡുമിൽ കാണുന്ന ഓലയുടെ കസ്റ്റമേഴ്സിനോട് വണ്ടിയെക്കുറിച്ച് പൊതുവെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80% അല്ലെങ്കിൽ അതിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഓലയെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് പറയാറുള്ളത്. വണ്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ സർവീസിനെ കുറിച്ചും. ബാക്കി വരുന്ന 20%-ഓളം ആളുകൾ ഓലയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്നവരുമാണ്. ഈ ഓലയെക്കുറിച്ചിട്ട് പോസിറ്റീവ് റിവ്യൂസിനെക്കാട്ടും ഒരുപാട് കൂടുതൽ നെഗറ്റീവ് റിവ്യൂസ് ചെയ്ത ഒരു യൂട്യൂബറാണ് ഞാൻ. ആ നെഗറ്റീവ് വീഡിയോസ് ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴത്ത് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പലരും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് വർഷങ്ങളായി, 2 വർഷമായി 3 വർഷമായി, 50,000 കിലോമീറ്റർ ഓടി, അതിനെക്കാട്ടും കിലോമീറ്റർ ഓടി, എന്നിട്ടും എനിക്ക് ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് പലർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? നിങ്ങൾ ഓലേനെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി ചെയ്തതാണോ ഈ വീഡിയോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ചിലർ ഹാപ്പിയും ചിലർ ഹാപ്പി അല്ലാത്തതും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ചാനലിൽ ചെയ്ത ഓലയുടെ കസ്റ്റമർ റിവ്യൂസൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്ത് നോക്കി. അതുപോലെ തന്നെ ഓലയുടെ കസ്റ്റമേഴ്സിനെ, അതായത് എനിക്ക് അറിയാവുന്ന കസ്റ്റമേഴ്സിനെ ഒക്കെ ഒന്ന് വിളിച്ചു നോക്കി. അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഓല ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള, അതായത് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ലാത്ത കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗം പേരും ജനറേഷൻ 1 ഓല ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മുന്നിലെ സസ്പെൻഷൻ ഒടിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഓല ജനറേഷൻ 1 ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാവർക്കും ഓല ഫ്രീ ആയിട്ട് മാറ്റി കൊടുത്തിട്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഓല ജനറേഷൻ 1 ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് വണ്ടിയെടുത്ത കസ്റ്റമേഴ്സ് ഇന്നും ഹാപ്പിയാണ്. പക്ഷേ പിന്നീട് ജനറേഷൻ 2, ജനറേഷൻ 3 വണ്ടികളിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓല ക്വാളിറ്റിയിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ റിവ്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഓലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ജനറേഷൻ 2, ജനറേഷൻ 3 വണ്ടികൾ ഇറങ്ങിയതിന് ശേഷമാണ്. ഓല ഇറങ്ങിയ സമയം മുതൽ വർഷങ്ങളായിട്ട് വിൽപ്പനയിൽ വളരെ മുന്നിലായിരുന്ന ഓലയുടെ മാർക്കറ്റ് ഷെയർ ഈയിടെ കുത്തനെ താഴോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. നിലവിലെ കണക്കെടുത്ത് നോക്കിയാൽ വിൽപ്പനയിൽ ഓല TVS iQube-നും ബജാജ് ചേതക്കിനും താഴെ 3-ാം സ്ഥാനത്താണുള്ളത്. പിന്നെ റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം ഓല ഇലക്ട്രിക്കിന്, അതായത് ഓല ഇലക്ട്രിക് ലോഞ്ച് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് ലാഭത്തിൽ എത്താനും കഴിഞ്ഞിട്ടില്ല. 2025 സാമ്പത്തിക വർഷത്തിൽ, അതായത് മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം ഓലയ്ക്ക് 2276 കോടി രൂപയുടെ നഷ്ടമാണുള്ളത്. കൺസോളിഡേറ്റഡ് നെറ്റ് ലോസ്. ഇവരുടെ നഷ്ടക്കണക്ക് ഓരോ വർഷം കഴിയുന്തോറും വലിയ രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇവർ 1584 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു. 2025 നേരത്തെ പറഞ്ഞ പോലെ അത് 2276 കോടി രൂപയായി. അതേപോലെ ഓല ഈയിടെ ഇലക്ട്രിക് ബൈക്കുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. കാരണം ബൈക്ക് ഇറങ്ങിയതിന് ശേഷവും ഓലയുടെ വിൽപ്പനയിൽ നല്ല രീതിയിലുള്ള ഒരു വളർച്ചയും നമ്മൾ കണ്ടിട്ടില്ല. അതിനൊക്കെ പുറമെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് വണ്ടികൾ വിൽപ്പന നടത്തിയതിൻ്റെ പേരിൽ മഹാരാഷ്ട്രയിൽ ഓലയുടെ ഒരുപാട് ഷോറൂമുകൾ പൂട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്താണ് അത്, നമ്മളതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് സെയിൽസിൻ്റെ നമ്പേഴ്സ് കൂട്ടി 1-ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. പക്ഷെ അത് പിടിക്കപ്പെട്ടു. അതേപോലെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എംപ്ലോയീസിനെ പിരിച്ചുവിട്ട വാർത്തകളും നമ്മൾ ഈയിടെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ മാസത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് ഈ മാസത്തെ ഓലയുടെ വിൽപ്പന താഴോട്ടാണ് പോയിരിക്കുന്നത്. ഈയിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഓല ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ സർവീസ് സെൻ്ററുകൾ തുറക്കുകയും അതുപോലെ തന്നെ പുതിയ ടെക്നീഷ്യൻസിനെ അവരെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിന് കൃത്യമായ സർവീസ് ലഭിച്ചു തുടങ്ങി. ഇതെല്ലാം നമ്മൾ അറിഞ്ഞത് കസ്റ്റമർ റിവ്യൂ ചെയ്ത സമയത്ത് തന്നെയാണ് കേട്ടോ. ഓല തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിച്ചത്. സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഒരു ഓല മേടിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തലശ്ശേരിയിൽ ഇവരുടെ പുതിയ ഷോറൂമിൽ പോയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ ഓല വാങ്ങിക്കാനുള്ള ആഗ്രഹവും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ടും കുറേ ആൾക്കാർ, കുറേ ഓലയുടെ കസ്റ്റമേഴ്സ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രോ ദയവ് ചെയ്തിട്ട്
ബ്രോ ഓല വാങ്ങിക്കരുത്, ഞങ്ങൾക്ക് താങ്കളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറയുകയാണ്. അത് പലരും പല രീതിയിലാണ് പറഞ്ഞത്, എന്നാലും അതായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. ഞാൻ ഒരിക്കലും ഓല വാങ്ങിക്കരുത്. അത് അവർ വളരെ ജെന്യൂനായിട്ടാണ് പറഞ്ഞത്. ഓലുള്ള ആൾക്കാർ തന്നെയാണ്, എനിക്ക് അറിയുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സർവീസ് ഇടക്കാലത്തൊന്നും മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അവരെല്ലാവരും അന്ന് എന്നോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ വളരെ സത്യമായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പം ഓലയുടെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് തന്നെയാണ് പ്രധാന പ്രശ്നം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൃത്യമായ സർവീസ് ഓലയ്ക്ക് നൽകാൻ സാധിക്കുകയാണെങ്കിൽ വിൽപ്പനയുടെ കാര്യത്തിൽ ഓലയുടെ അടുത്തെത്താൻ ഇപ്പോഴും ആർക്കും സാധിക്കില്ല. പക്ഷെ നിലവിലെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം എല്ലാം കൈവിട്ട് പോയിരിക്കുകയാണ്. 2 ദിവസം മുന്നേ ഓലയുടെ 2-3 കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സങ്കടങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. അവർ എന്നിട്ട് എനിക്ക് അവരുടെ വീഡിയോസ് അയച്ചു തന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ചാനലിലിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാമല്ലോ. അങ്ങനെ അവരെനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, 2-3 വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ദയവായി ഇനി ഓല വാങ്ങുന്നവരെങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ട് വാങ്ങുക. നിങ്ങൾക്ക് ഡെയിലി വന്ന് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇത് കണക്ക് ഫ്ലെക്സ് കെട്ടിയിട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികൾക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ ഉള്ളൂർ സർവീസ് സെൻ്റർ ആക്കി വെച്ചേക്കുന്നത് തന്നെ ഇവരെ കംപ്ലൈൻ്റ് ഒന്നും വെളിയിൽ വരാതിരിക്കാനുള്ളതാണ്. ഇതിൽ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് അവിടെ കിടക്കുന്ന വണ്ടികൾ കിടക്കുന്നതാ ഡേറ്റ് സഹിതം അടിച്ചിട്ടുണ്ട്. വണ്ടികൾ കിടക്കുന്നതിന് കയ്യും കണക്കുമില്ല. ബാറ്ററിയൊക്കെ പോയി കഴിഞ്ഞാൽ 2 മാസമായി എൻ്റെ വണ്ടി ബാറ്ററി പോയി കിടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന കംപ്ലൈൻറ്റ് എന്താണെന്നാണ്. ഞാൻ ജൂൺ മാസം 1-ാം തീയതി കൊണ്ട് വണ്ടി വെച്ച ഒരാളാണ്. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് ചോദിക്കുന്നത് എന്താണ് കംപ്ലൈൻ്റ് എന്ന്. ഇതുവരെയും തൊട്ടിട്ട് പോലുമില്ല. സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാഫില്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാനുള്ള ആളില്ല. ഇപ്പം മഴ പെയ്യാണ്. ഈ മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഇവിടെ നിൽക്കുക, ജോലിയിൽ നിന്നൊക്കെ അവധിയെടുത്ത് വന്ന് നിൽക്കുക, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാനായിട്ട്. ഇതിൻ്റെയൊക്കെ പിറകെ ഇറങ്ങിക്കയറാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇനിയെങ്കിലും ഈ വണ്ടി എടുക്കുന്നവർ ഇത് അറിഞ്ഞിട്ടെടുക്കുക. ശരിക്കും റോഡിൽ ഉള്ളതിനേക്കാൾ വണ്ടി വർക്ക്ഷോപ്പുകൾ ഇരിപ്പുണ്ട്. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ, ഉള്ളൂർ, കരമന എന്നീ സർവീസ് സെൻ്ററുകളിൽ ചെന്ന് നോക്കിയാൽ അറിയാം. ഇവർ കരമന സർവീസ് സെൻ്ററും പിന്നെ സെയിൽസും അടുത്തടുത്താണ്. അതുകൊണ്ട് 3 മാസത്തിലേറെയായി കരമന ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സർവീസിന് വണ്ടി എടുക്കുന്നില്ല. കാരണം അവിടെ വണ്ടി വയ്ക്കാൻ സ്ഥലമില്ല. സെയിൽസ് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അവർ ചോദിക്കില്ല, ഇത്രയും ജനങ്ങൾ കാണും, ഇത്രയും വണ്ടികൾ ഇവിടെ ഇരിക്കുന്നു, ഇത്രയും വണ്ടി കംപ്ലൈൻ്റ് ഉണ്ടോ എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവിടെ വണ്ടി എടുക്കുന്നില്ല. 3 മാസത്തിലേറെയായി. അവിടെ കൊണ്ടുപോകുന്നവർക്ക് ചെറിയ കംപ്ലൈൻറ്റുകൾ തീർത്തു കൊടുക്കുന്നതല്ലേ ഉള്ളൂ. മേജർ കംപ്ലൈൻ്റുള്ള വണ്ടികളൊന്നും അവിടെ എടുക്കുന്നില്ല. ഓല പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 21 ദിവസത്തിനകത്ത് റെക്ടിഫൈ ചെയ്ത് തരും. അതല്ല എങ്കിൽ നമുക്ക് പകരം വണ്ടി തരുമെന്നാണ് പറയുന്നത്. ഇത് പകരം വണ്ടിയും തരുന്നില്ല. 1 മാസമോ 2 മാസമായിട്ടും കൃത്യമായൊരു മറുപടി പറയാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇതെന്തൊരു ഗതികേടാണ്, എന്ത് പറ്റിക്കലാണ് ഇവർ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2 മാസമായിട്ട് നമ്മൾ വണ്ടിയില്ലാതെ ഇവിടെ വണ്ടിയും വെച്ചിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചും ബസ്സിലും നടന്നുമൊക്കെ പോകേണ്ട ഒരു ഗതികേടിലാണ്. നമ്മൾ ചെയ്ത ആകെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഓലയെന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമിനെ വിശ്വസിച്ച് വന്നൊരു വണ്ടി എടുത്തു എന്നൊരു മഹാ അപരാധം ചെയ്തു പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും അങ്ങനെ ക്യാമറൻ്റെ മുന്നിലൊന്നും അങ്ങനെ വരുന്ന ഒരാളല്ല. പക്ഷേ നമുക്കിതൊരു ആവശ്യമായിട്ട് തോന്നുന്നു. കാരണം ഇവർ ഇത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര പ്രൊമോഷനാണ് ഓലക്ക്. അത് പെയ്ഡ് പ്രൊമോഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിത് നമുക്ക് കൺഫേം ആയിട്ട് പറയാനൊന്നും പറ്റില്ല പെയ്ഡ് പ്രൊമോഷനാണെന്നൊന്നും. പക്ഷേ എനിക്കത് അത്ര റിലയബിൾ ഇതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾക്കൊക്കെ കിട്ടിയ അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അല്ല. പിന്നെ ഈ വണ്ടീൻ്റെ കേസിൽ എൻ്റെ കുറച്ച് നിരീക്ഷണങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇറങ്ങിയ ബാച്ചിലെ വണ്ടികൾക്ക് കാര്യമായ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. സെക്കൻഡ് തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർ നല്ല രീതിക്ക് ആലോചിക്കുക. ഇവന്മാർ ഈ PR വർക്കൊക്കെ മേ ബി പെയ്ഡ് ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ ആലോചിച്ചുകൊണ്ട് വേണം ഒരു ഡെസിഷൻ എടുക്കാൻ. അപ്പോൾ ഞാനന്ന് ഈ അഫോർഡബിലിറ്റി നോക്കിയിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഒരിക്കലും ഒരു സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. ഒരു വണ്ടി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഹാർഡ്വെയറും അതിൻ്റെ മെക്കാനിക്കൽ സൈഡുമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഓക്കെ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ റിലയബിലിറ്റി വളരെ കുറവാണ്. ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവർക്കും അറിയില്ല. ഓവർലോഡ് ഓഫ് വെഹിക്കിൾസ് ആയിരിക്കും. പിന്നെ പലരുടെ അനുഭവം നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രദർ വണ്ടി എടുത്തിട്ട് 1 മാസം കണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. Gen 3
അവൻ്റെ വണ്ടി സർവീസ് സെൻറ്ററിലായി. അത് ഒരു മാസമായിട്ട് സർവീസ് സെൻറ്ററിൽ കിടന്നു. പുതിയ വണ്ടി എടുത്തിട്ടില്ല, ഒരാളെ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ അതിതുവരെ അവർ ശരിയാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ വണ്ടി എടുക്കാൻ പോണവർ ആലോചിക്കുക. അതായത് സെയിൽസ് സെയിം രീതിയിൽ പേഴ്സിസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. യാതൊരു വ്യത്യാസങ്ങളൊന്നും അതിൽ വരുന്നില്ല. അങ്ങനെ സെയിൽസ് പേഴ്സിസ്റ്റ് ചെയ്ത് പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നമുക്കും സർവീസ് കിട്ടില്ല, പുതിയ എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും സർവീസ് കിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സെയിൽസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിസിനസ് നടക്കുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സർവീസ് നമ്മൾ കുടുങ്ങി. തിരുവനന്തപുരത്ത് മാത്രമല്ല കേട്ടോ, കൊച്ചിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും കേരളത്തിലെ ഏത് ജില്ല എടുക്കുകയാണെങ്കിലും 90% ഓലയുടെ സർവീസ് സെൻറ്ററിലും സമാനമായ പ്രശ്നങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടെ റിപ്പോർട്ടർ ചാനലിൽ ഓലയെക്കുറിച്ച് വന്നൊരു വാർത്ത നിങ്ങളിൽ കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവും. അതിലും ഓല കസ്റ്റമേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഈ 1000 സർവീസ് സെൻ്ററുകൾ, ഹൈപ്പർ സർവീസ് സെൻ്റർ ഉണ്ടാവും, ഒരു ദിവസത്തിനുള്ളിൽ എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും ശരിയാക്കി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തിൽ കൂടുതലാണെങ്കിൽ അവർ പകരം ഉപയോഗിക്കാൻ വേറൊരു വണ്ടി തരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളടുത്ത്. ഒരാഴ്ച ആയാലും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഇത് 1 മാസം 2 മാസം 3 മാസം ഇവർ പറഞ്ഞത് വെറും നുണയാണ്. മഴക്കാലത്ത് ഉള്ള പ്രശ്നം മാത്രമല്ല, കുറേ നാളുകളായിട്ട് 3-4 മാസങ്ങളായിട്ട് ഇതേ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടികൾ സമയത്തിന് സർവീസ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ബാറ്ററി ഇവിടെ ഇരുന്ന് തന്നെ അത് ഡീപ്പ് ഡൗൺ ആയിപ്പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാറ്ററിക്ക് വാറണ്ടിയും കിട്ടൂല, അത് പിന്നെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഓൾറെഡി ഇപ്പോൾ ഒരാഴ്ച പറഞ്ഞാൽ പോലും ഒരാഴ്ചയിൽ സാധനം കിട്ടാറില്ല. പല കംപ്ലൈൻറ്റ് വന്നാലും ഇവർക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കപ്പുറം ഇവർക്കൊന്നും അറിയത്തില്ല. ഇവർ പറയുന്നത് പിന്നെ കമ്പനി നാളെ വന്നാലേ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഒരു കമ്പനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക അല്ലേ? ആരെങ്കിലും ഇനി ധൈര്യത്തിൽ ഇവരുടെ വണ്ടികൾ വാങ്ങിക്കുമോ? അങ്ങനെ വരുമ്പം ഇവരുടെ വിൽപ്പന ഇനിയും ഇടിഞ്ഞ് നഷ്ടം വർദ്ധിക്കുകയല്ലേ ചെയ്യുക? ഒരു കമ്പനി എത്ര കാലം നഷ്ടം സഹിച്ച് പ്രവർത്തിക്കും? അല്ലെങ്കിൽ കഴിവുള്ള മറ്റാരെങ്കിലും ഈ കമ്പനി ഏറ്റെടുത്ത് നടത്തണം. കസ്റ്റമേഴ്സിന് മെച്ചപ്പെട്ട സർവീസ് നൽകണം. അറ്റ്ലീസ്റ്റ് കസ്റ്റമേഴ്സിന് നിങ്ങളോട് ഒരു വിശ്വാസം വരണം. അല്ലാതെ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇനി അധികകാലം മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?